ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി എത്തിയ കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിലെ സന്ദർശനം പൂർത്തിയാക്കി. രാജ്യവ്യാപകമായി BSNL 4G സേവനം നാളെ മുതൽ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒഡീഷയിൽ നിർവഹിക്കും. MiG-21 യുദ്ധവിമാനങ്ങൾ എക്കാലവും രാജ്യത്തിന്റെ അഭിമാനമായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചണ്ഡീഗഡിൽ നടന്ന MiG-21 യുദ്ധവിമാനങ്ങളുടെ ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 6 പതിറ്റാണ്ട് നീണ്ട ഐതിഹാസിക സേവനങ്ങൾക്ക് ശേഷമാണ് MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേന വിട നൽകിയത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 21ാം ഗഡു വിതരണത്തിന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ഇതിന്റെ പ്രയോജനം ലഭിച്ചവരിൽ 2.7 ലക്ഷം സ്ത്രീ കർഷകരും ഉൾപ്പെടുന്നുണ്ടെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന വേൾഡ് ഫുഡ് ഇന്ത്യ ഉച്ചകോടിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചതായി ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ. രാജ്യത്തുടനീളം 9 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നവരാത്രി പ്രമാണിച്ച് ഈ മാസം 30-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അവധി പ്രഖ്യാപിച്ചതിനെ NGO സംഘ് സ്വാഗതം ചെയ്തു. നോർക്കയുടെയും ലോക കേരള സഭയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് നാളെ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ജോലികൾക്കും അഡ്മിഷനുകൾക്കും 10-12 ക്ലാസ്സിലെ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള ചുമതല NCERTക്ക് നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനും സർക്കാർ ജോലികൾക്കും ഇത് ബാധകമാണ്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ 4-ലേക്ക് മാറ്റി. ചരക്കു സേവന നികുതിയുടെ മാറ്റം, അപ്രതീക്ഷിതമായ കനത്ത മഴ എന്നിവയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ചാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ചാർട്ടർ ഗേറ്റ്വേ എന്ന ആശയത്തോടെ സിയാൽ ആരംഭിച്ച ബിസിനസ് ജെറ്റ് ടെർമിനൽ 2000 സർവീസുകൾ പൂർത്തിയാക്കി. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ ആണ് സിയാലിലേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഏകീകരണവുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് സംഘടിപ്പിക്കുന്ന IT കോൺക്ലേവ് നാളെ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആൽപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊല്ലം അമൃത വിശ്വ വിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന അമൃതവർഷം പരിപാടിയിൽ അദ്ദേഹം നാളെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സാമൂഹ്യനീതി ദിനാഘോഷവും വയോജന ദിനാഘോഷവും തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഒക്ടോബർ 3-ന് സംഘടിപ്പിക്കും. ഇതോടൊപ്പം വിഷൻ 2031 സെമിനാറും നടത്തും. മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തിരുവനന്തപുരം ശംഖുമുഖം, എറണാകുളം കസ്തൂർബ നഗർ, കോഴിക്കോട് ബീച്ച്, മലപ്പുറം കോട്ടക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമായി. എറണാകുളത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പത്തനംതിട്ട റാന്നി പെരുന്നാട് കണ്ണനുമൺ സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത ഊർജിതമാക്കി. രോഗിയുടെ വീട്ടിലെയും പണിസ്ഥലത്തെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മൈക്രോ ഇറിഗേഷൻ പദ്ധതികളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.